നഗരസഭാ സ്ഥാപനത്തിന് RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയത് പാലക്കാട് നഗരസഭയിൽ വലിയ വിവാദമാണല്ലോ. എന്നാൽ 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു പ്രധാനപ്പെട്ട റോഡിന് തിരുവനന്തപുരം നഗരസഭ RSS ആചാര്യന്റെ പേര് നൽകിയിട്ടുണ്ട്. പേരുമാറ്റത്തിനായി BJP കൊണ്ടുവന്ന പ്രമേയം പാസായത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയിലായിരുന്നു. ചരിത്രത്തിലേക്ക് ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം. വർഷം 1989. RSS സ്ഥാപകൻ കേശവ് ബലിറാം ഹെഡ്ഗേവാറിന്റെ ജന്മശതാബ്ദി വർഷം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാർ ഒരു പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയ്ക്ക് സമീപം, കൃത്യമായി പറഞ്ഞാൽ ഫോർട്ട് സ്കൂൾ മുതൽ വരാഹമൂർത്തി ക്ഷേത്രം വരെയുള്ള റോഡിന് ഹെഡ്ഗേവാറിന്റെ പേര് നൽകണം. ഇതായിരുന്നു പ്രമേയത്തിന്റെ ഉള്ളടക്കം. CPM-നും CPI-ക്കും ശക്തമായ സ്വാധീനമുള്ള നഗരസഭാ കൌൺസിൽ, CPI നേതാവ് മാക്സ്വെൽ, നഗരസഭാ മേയർ അവതരണാനുമതി പോലും നൽകാതെ പ്രമേയം തള്ളിക്കളഞ്ഞു. 3 വർഷങ്ങൾക്ക് ശേഷം 1992 നഗരസഭയിലെ രാഷ്ട്രീയ ബലാബലത്തിൽ വലിയ മാറ്റം വന്ന കാലം. CPI-യുമായി തെറ്റിപ്പിരിഞ്ഞ MP പത്മനാഭൻ നഗരസഭാ മേയർ. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും BJP-യുടെയും പിന്തുണയിലായിരുന്നു MP പത്മനാഭന്റെ നഗരഭരണം. MS കുമാർ, അശോക് കുമാർ, മാണിക്യം, രാമയ്യർ, രാധമ്മ. BJP-ക്ക് 5 കൌൺസിലർമാർ. 89-ൽ പരാജയപ്പെട്ട പ്രമേയം BJP വീണ്ടും കൊണ്ടുവന്നു. പ്രമേയം പാസായി. നഗരഹൃദയത്തിലെ റോഡിന് RSSകാരുടെ ഡോക്ടർ ജിയുടെ പേരും വന്നു. 1992-ലെ MP പത്മനാഭന് 6 BJP കൌൺസിലേഴ്സ് ഉള്ളപ്പോൾ അതിലൊരു അംഗമായ ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഇത് ഞാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം എഴുതി കൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ ഒപ്പിട്ട് തന്നു. അത് അജണ്ടയിൽ അടിച്ചു വന്നു. ആ കൗൺസിലിൽ അത് വായിച്ച് ആ പ്രമേയം അന്നത്തെ CPM-കാരും ലീഗുകാരും കോൺഗ്രസുകാരും 6 BJP-കാരും ഏകകണ്ഠമായ സ്വരത്തിലാണ് പാസാക്കിയത്. CPM ശക്തമായി എതിർത്തിട്ടും കോൺഗ്രസും BJP-യും ലീഗും ചേർന്ന കോലീബി സഖ്യ പിന്മാറിയില്ലെന്ന് മുൻ മേയർ C. ജയൻ ബാബു പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവ് ഭീമാപള്ളി റഷീദ് അന്നും കൌൺസിലറായിരുന്നു. MP പത്മനാഭൻ പിന്നീട് CMB-യുടെ പ്രധാന നേതാക്കളിൽ ഒരാളായി. അടുത്തിടെ വരെ ഹെഡ്ഗേവാറുടെ പേരെഴുതിയ ബോർഡ് റോഡിലുണ്ടായിരുന്നു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി അത് മാറ്റി. പാലക്കാട് നഗരസഭയിലെ തർക്കങ്ങൾ വാർത്തകൾ നിറയുമ്പോൾ തിരുവനന്തപുരത്തെ റോഡും ചർച്ചയാവുകയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.